ഇതിനകത്ത് നമുക്കൊരു റെസിഡൻസ് ഓർഡർ വാങ്ങാൻ കഴിയും. റെസിഡൻസ് ഓർഡർ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന്, ഇപ്പോൾ ഞാനൊരു പെൺകുട്ടി, ഒരു ഭാര്യയാണ് ഞാൻ, എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, എനിക്ക് പോകാനൊരിടമില്ല, എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ തന്നെ താമസിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ആക്ടിൻ്റെ സെക്ഷൻ 19 വഴി നമ്മളൊരു ആപ്ലിക്കേഷൻ മീൻസ് ഒരു പെറ്റീഷൻ മൂവ് ചെയ്യുന്നു. ആ മൂവ് ചെയ്യുമ്പോൾ ഈ ആക്ട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഗ്രീവ്ഡ് പേഴ്സൺ എന്ത് ചെയ്യണം, റൈറ്റ് ടു റിസൈഡ് ഇൻ ദ മാട്രിമോണിയൽ ഹോം എന്നുള്ളൊരു എന്താ പറയുക, ആ 19 എന്ന് പറയുന്ന സെക്ഷൻ അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഹസ്ബൻഡ് എവിടെയാണോ അവിടെ താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കോടതിയിൽ നിന്ന് ഓർഡർ വാങ്ങിക്കാം. ഇനി ഈ പറയുന്ന ഹസ്ബൻഡിൻ്റെ വീടിന് ആക്റ്റിൽ മറ്റൊരു പേരാണ് ഷെയർഡ് ഹൗസ് ഹോൾഡ് എന്നുള്ള രീതിയിലേക്കും ആ ആക്റ്റിലും ഒരു പേര് വരുന്നുണ്ട്. എന്താണ് ഷെയർഡ് ഹൗസ് ഹോൾഡ്? ഹസ്ബൻഡിൻ്റെ വീടല്ല, പക്ഷേ ഹസ്ബൻഡ് അവിടെ താമസിക്കുന്നു, മേ ബി റിലേറ്റീവ്സുമായിട്ട് താമസിക്കുന്നു, അല്ലെങ്കിൽ വാടകയ്ക്ക് താമസിക്കുന്നു. ഇതിനെല്ലാം എന്താണ്, വലിയൊരു കവറേജിലൂടെ ഷെയർഡ് ഹൗസ് ഹോൾഡ് എന്ന് പറയുന്ന മീനിങ്ങിലേക്ക് കൊണ്ടുവരുന്നു. ആ ഷെയർഡ് ഹൗസ് ഹോൾഡിൽ നമുക്ക് താമസിക്കാൻ, ഈവൻ ദോ അത് ഹസ്ബൻഡിൻ്റെ വീടല്ലെങ്കിലും നമുക്ക് കൂടെ അവിടെ താമസിക്കാനുള്ള ഒരു ഓർഡർ കോടതിയിൽ നിന്ന് വാങ്ങാൻ കഴിയും.